മലമ്പുഴയിൽ പുലിയെ പിടികൂടാൻ വനംവകുപ്പ് കൂട് സ്ഥാപിച്ചെങ്കിലും ഭീതി ഒഴിയാതെ നാട്ടുകാർ. പ്രദേശത്ത് പെരുകുന്ന തെരുവ് നായ്ക്കളെ പിടിക്കാൻ വന്യജീവികൾ നഗരത്തിലേക്ക് എത്തുന്നു എന്നാണ് നാട്ടുകാർ പറയുന്നത്. 1000-ലധികം വിദ്യാർത്ഥികൾ പഠിക്കുന്ന 2 സ്കൂളുകൾക്ക് മീറ്ററുകൾ മാത്രം അകലെയാണ് കഴിഞ്ഞ ദിവസം പുലി ഇറങ്ങിയത്. ഗോകുൽ കെ വേണുഗോപാൽ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. കഴിഞ്ഞ ശനിയാഴ്ച ഈ പ്രദേശത്തുകാരനായ രഞ്ജിത്ത് പുലിയെ കണ്ട സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത്. ഇതാ ഈ മതിലിന് മുകളിലാണ് കഴിഞ്ഞ ശനിയാഴ്ച രാത്രിയെ രഞ്ജിത്ത് പുലിയെ കാണുന്നത്. നമുക്ക് കുറച്ചപ്പുറം ഒരു 100 മീറ്റർ അപ്പുറം കാണുന്ന ഒരു ബിൽഡിങ് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. ആ ബിൽഡിംഗ് എന്ന് പറയുന്നത് മലമ്പുഴ ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളാണ്. അതിന് 100 മീറ്റർ പരിധിക്ക് മാത്രം അടുത്തായിരുന്നു ഇത്തരത്തിൽ പുലി വരികയും പിന്നീട് അത് കഴിഞ്ഞ് ഒരാഴ്ചയോളമായി ഇവിടെയുള്ള ജനങ്ങൾക്ക് പലതരത്തിലുള്ള ആശങ്കയും ഭീതിയും ഒക്കെ സൃഷ്ടിച്ചുകൊണ്ട് മുന്നോട്ടേക്ക് പോകുന്നത്. അതിനുശേഷവും പല തവണകളിലായിട്ട് നാട്ടുകാർ ഈ പ്രദേശത്ത് പുലിയെ കണ്ടു. ജോലിക്ക് പോകുന്ന പല ആളുകളൊക്കെ പുലിയെ കാണുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ പുറകിൽ കാണുന്ന ഈ റോഡിലേക്കൂടെ നേരെ പോയി കഴിഞ്ഞാൽ അവിടെ നവോദയ വിദ്യാലയമാണ്. ഇത്തരത്തിൽ 2000-ഓളം കുട്ടികൾ 2 സ്കൂളുകളിലായിട്ട് പഠിക്കുന്നു. ആ പ്രദേശത്താണ് പുലിയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചിട്ടുള്ളത്. ഇവിടെ പലതരത്തിലുള്ള ക്വാർട്ടേഴ്സുകളൊക്കെ ഉണ്ട്. ഇറിഗേഷൻ വകുപ്പിൻ്റെ, ജയിൽ വകുപ്പിൻ്റെയും ജലസേചന വകുപ്പിൻ്റെയും പ്രദേശമാണ് ഇവിടം. ഈ പ്രദേശമാകെ വലിയ രീതിയിൽ കാട് പിടിച്ച് കിടക്കുന്ന അന്തരീക്ഷമാണ്. മാത്രമല്ല തെരുവുനായകളുടെ ശല്യം രൂക്ഷമാണ്. തെരുവുനായകളൊക്കെ ഈ പ്രദേശത്തുള്ളതിനാൽ പുലിയൊക്കെ അവയ്ക്ക് വേട്ടയാടാനും ഭക്ഷണത്തിനൊക്കെ എളുപ്പമുള്ള മാർഗം എന്നുള്ള രീതിയിലൊക്കെ വിലയിരുത്തപ്പെടുന്നുണ്ട്. ഒരുപാട് തെരുവുനായകളൊക്കെ നമ്മൾ ഇവിടെ കാണുന്നുണ്ട്. അതുകൊണ്ടൊക്കെ ആയിരിക്കാം ഒരു പക്ഷേ പുലികൾ പുറത്തേക്ക് ഇറങ്ങുന്നത് എന്ന് വനംവകുപ്പിൻ്റെ ഉദ്യോഗസ്ഥരൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ഈ പുലിയെ ആദ്യം കണ്ട രഞ്ജിത്ത് നമ്മുടെ കൂടെയുണ്ട്. എപ്പോഴായിരുന്നു ഇത് കണ്ടത്? എങ്ങനെയായിരുന്നു? അത് ശനിയാഴ്ച വൈകുന്നേരം ഞാൻ വണ്ടി ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ മുമ്പൊരു ഫ്രണ്ടിൽ പോയിരുന്നു. അപ്പോൾ മൂപ്പർ ഇൻഫോം ചെയ്തതനുസരിച്ച് ഞാൻ വണ്ടി പുറകെ വന്ന് നോക്കിയപ്പോൾ കണ്ടു. വീഡിയോ ഫോട്ടോ എടുത്തത് തെളിവിനായിട്ട് എടുത്താണ്. കാരണം പറഞ്ഞറിവ് മാത്രമേ ഉള്ളൂ കണ്ടു എന്നുള്ളത്. തെളിവ് വേണ്ടി എടുത്താണ്. ഈ പുറത്തേക്കായാലും ഏക്കർ കണക്കിന് ഭൂമിയിൽ കാട് ഉണ്ട് എന്ന് പറയുന്നുണ്ട്. ആ ഭാഗത്തു നിന്നായിരിക്കും ഒരു പക്ഷേ ഇത് വരുന്നുണ്ടാവുമോ? നേരത്തെ ഭയങ്കര കാടാണ്. അതുകൊണ്ട് ഇവിടെ നിന്ന് വരുമെന്ന് നമുക്ക് പറയാനില്ല. അവിടെ കാണാൻ സാധ്യതയുണ്ട്. മറ്റേ അത് നവോദയ സ്കൂളാണ്. നവോദയ സ്കൂളിൻ്റെ അവിടെ തന്നെ ഉണ്ടെന്നുള്ളതാണ് നേരത്തെ ഉള്ള അറിവ്. ചെറുതല്ലാത്ത ഭീതി ഈ പ്രദേശത്തുണ്ട്. ഒന്നിലധികം തവണ ഈ പുലിയെ കാണുകയോ അല്ലെങ്കിൽ അതിൻ്റെ സാന്നിധ്യം സ്ഥിരീകരിക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. പോലീസും വനംവകുപ്പും ഒക്കെ അവർക്ക് സാധിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ അവിടെ നടത്തുന്നു. ചെറിയ ഭാഗത്തെങ്കിലും കാട് വെട്ടിത്തെളിക്കുന്നുണ്ട്, പെട്രോളിംഗ് നടക്കുന്നുണ്ട്. പക്ഷേ അതിനപ്പുറത്തേക്ക് വലിയ കാടാണ്. വലിയ കാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ വ്യാപ്തിയിൽ ഏക്കർ കണക്കിന് കാണാനുള്ളത്. അതുൾപ്പെടെയുള്ളവ വെട്ടിമാറ്റുകയും ഈ പറയുന്നത് പോലെ തെരുവുനായയുടെ ശല്യം ഒഴിവാക്കുകയും ഒക്കെ വേണമെന്നാണ് നാട്ടുകാരുടെ ഒരു ആവശ്യം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.